Good evening. Welcome to another day of learning. For the last some days, we have been learning English. We have learned what are the phrases that we can make use of in different contexts and situations. How can we greet somebody? How can we how can we bid farewell with somebody? Or what are the formal expressions when we greet someone, when we depart someone? Like that, we have learned a lot of things. As I said in the introductory video of this course, we'll be focusing more on speaking aspects as it is the requirement of most of the people. നമ്മൾ ഈ ഒരു കോഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്പീക്കിംഗ് ആയിട്ടുള്ള സംസാരിക്കുന്ന ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുണ്ടായിരിക്കും. കാരണം നമുക്കറിയാം, ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം ഏതൊരു ലാംഗ്വേജിൻ്റെ എന്ന പോലെ ഇംഗ്ലീഷിനും 4 ഭാഗങ്ങളാണുള്ളത്. LSRW നമുക്കറിയാം, ലിസ്ണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും, നമ്മുടെ ഈ കോഴ്സ് ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒരു റിസൾട്ട് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോക്കസ് ഏരിയ എന്നുള്ളത് സ്പീക്കിംഗ് ആസ്പെക്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പീക്കിങ്ങിനായിരിക്കും ഈ ഒരു കോഴ്സിലുടനീളം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ടുഡേയ്സ് ലെസൺസ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഈസ് എ ഫോർമൽ ലാംഗ്വേജ്. We have to keep all kinds of mannerisms and decorums when we interact with someone. ഇംഗ്ലീഷ് നമുക്കറിയാം എല്ലാവിധ മര്യാദകളും ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഷയിൽ വരെ ആ ഒരു മര്യാദ നമ്മൾ പുലർത്തണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരാളോട് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം നമുക്ക് എങ്ങനെ സമർപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നന്നാവുമെന്ന് നമുക്ക് എങ്ങനെ പറയാം. മലയാളത്തിലാണെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യട്ടോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇംഗ്ലീഷിൽ ഡു ദാറ്റ്, ഡു ദിസ്, ഈ ഒരു സ്റ്റൈൽ ഇംഗ്ലീഷിൽ ഇല്ല. വളരെ പൊളൈറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുക, അത് നല്ല രീതിയിൽ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇംഗ്ലീഷുകാർ പൊതുവെ തുടർന്ന് പോരുന്ന ഒരു ശൈലി. നമുക്കറിയാം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറുക്കു വഴികളിലൂടെ ഓരോ കോണ്ടെക്സ്റ്റിലും എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്, എങ്ങനെയുള്ള ഫോർമാലിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു നിർദ്ദേശം വെക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഒരാളോട് പറയാനുണ്ട്. എങ്ങനെ നമുക്കത് വളരെ മനോഹരമായ ഫ്രേസസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്കത് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രേസസ് പറയാം. നിങ്ങൾ അതേപോലെ ഒരാൾ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടിട്ട് നിന്റെ സജഷൻ ഞാൻ എടുക്കുന്നു, എന്നങ്ങനെ ചെയ്യട്ടോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അതിന് യെസ് പറയാം. അല്ലെങ്കിൽ നീ പറയുന്ന നിർദ്ദേശം ഇല്ല, അത് ശരിയല്ല, ഇനിയിപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്യാൻ വഴിയില്ല, അതെങ്ങനെ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. വളരെ പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് പറയാം, ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി പറയാം, വൈ ഡോണ്ട് യു ഡു ദാറ്റ് ഇൻ സച്ച് എ വേ. വൈ ഡോണ്ട് യു ഡു ദാറ്റ് ഇൻ സച്ച് എ വേ. എന്തുകൊണ്ട് നിനക്ക് ആ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൂടാ. നമുക്ക് പറയാം, മറ്റൊരു എക്സ്പ്രഷൻ നമുക്ക് പറയാം, യു കുഡ് ഡു സംതിങ്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യു കുഡ് വിസിറ്റ് മക്ക വെൻ യുവർ ബ്രദർ വാസ് ദേർ. നിനക്ക് മക്കയിൽ പോകായിരുന്നു, നിന്റെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. യു കുഡ് വിസിറ്റ് മക്ക വെൻ യുവർ ബ്രദർ വാസ് ദേർ. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സ്പ്രഷനാണ്, what about asking to your brother for help? What about asking? What about playing? What about going? What about എന്നുള്ള ഫ്രേസ്. ഓക്കെ, മറ്റൊരു ഫ്രേസ് ആണ് how about going to Manali next year? അടുത്ത വർഷം മനാലിയിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും. അതേപോലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയി നമ്മളെല്ലാവരും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ലെറ്റ്സ് ഡു ദിസ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഡു ദാറ്റ്, അല്ലെങ്കിൽ ലെറ്റ്സ് ഡു ദിസ്, ലെറ്റ്സ് പ്ലേ നൗ, ലെറ്റ്സ് ലേൺ നൗ, ലെറ്റ്സ് ഡു അവർ വർക്ക് നൗ, അല്ലെങ്കിൽ ലെറ്റ്സ് റിവൈസ് അവർ ലെസൺ നൗ. അങ്ങനെ ലെറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം എന്നുള്ള ഒരു കാര്യം. മറ്റൊരു ഫ്രേസാണ്
കുഡിൻ്റെ ഉപയോഗിച്ച് പറയാം. കുഡിൻ്റെ ഉപയോഗിച്ച് പറയാം. ഉദാഹരണം പറയണമെങ്കിൽ couldn't we invite our friends to this meeting? Couldn't we invite our friends to this meeting? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ചൂടെ? couldn't we invite വളരെ മനോഹരമായ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു യൂസേജ് ആണ് couldn't we invite. ഓക്കെ, ദെൻ മറ്റൊരു യൂസേജ് ആണ് shall we വെച്ചിട്ട് പറയാം. shall we. ഓക്കെ, shall we go for a walk now? നമുക്കൊന്ന് നടക്കാൻ പോയാലോ? shall we go from the school? അല്ലെങ്കിൽ shall we go to മലപ്പുറം? shall we വെച്ചിട്ടുള്ള ഒരു യൂസേജ്. മറ്റൊരു യൂസേജ് ആണ് what would you say അല്ലെങ്കിൽ what would you think. what would you say or what would you think? For example, what would you think to go to Malappuram? What would you say if you got a chance to visit a zoo? What would you think and what would you say? What would you say? What would you think? Okay. മറ്റൊരു ഫ്രേസ് ആണ് don't you think it's a good idea? don't you think it's a good idea? അത് നല്ലൊരു ആശയമാണെന്ന് നീ വിചാരിക്കുന്നില്ലേ? don't you think it's a good idea to learn English? ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് നല്ലൊരു ആശയമാണെന്ന് വിചാരിക്കുന്നില്ലേ? don't you think it's a good idea? good idea. ഓക്കെ, മറ്റൊരു യൂസേജ് ആണ് doesn't it sound interesting? ഇത് വളരെ നല്ലതായിട്ട് തോന്നുന്നില്ലേ എന്ന് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ചെയ്താൽ നന്നാവില്ല എന്ന് പറയുമല്ലോ നമ്മുടെ മലയാളത്തിൽ. അതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ആണ് doesn't it sound interesting? doesn't it sound interesting? doesn't it sound interesting to have a cup of coffee now? ഇപ്പൊ ഒരു കപ്പ് ചായ കുടിച്ച്, നല്ല മഴ പെയ്യാണ്, ഇപ്പൊ ഒരു കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ doesn't it sound interesting അല്ലെ? മറ്റൊരു യൂസേജ് ആണ് doesn't it matter? doesn't it matter? matter എന്നൊക്കെയാണ് നേറ്റീവ് സ്പീക്കേഴ്സ് പറയാം, മാറ്റർ എന്നൊന്നും പറയില്ല. doesn't it matter? ഒരു കാര്യം അങ്ങനെ ചെയ്തൂടെ? doesn't it matter if I use your car? doesn't it matter if I use your vehicle? vehicle എന്നാണ് കേട്ടോ പറയാം, വെഹിക്കിൾ എന്നല്ല പറയാം, vehicle എന്നാണ് കറക്റ്റ് യൂസേജ്. doesn't it matter if I use your vehicle? ഓക്കെ, സോ ഇത്രയും യൂസേജസ് ആണ്, ഇത്രയും ഫ്രേസസ് ആണ് ഒരു കാര്യം നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്കിങ്ങനെ കാര്യം ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതിനായിട്ട് ഇത്രയും ഫ്രേസസ് ആണ് നമുക്കുള്ളത്. വളരെ മനോഹരമായ ഫ്രേസസ് ആണ്. വൺസ് നമ്മളിത് പഠിക്കുകയും ഇത് കൃത്യമായ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾ വിചാരിക്കും ഇവൻ അല്ലെങ്കിൽ ഇവൾ പുലിയാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള മനോഹരമായ യൂസേജ് ആണ്. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗൈൻ. ആ ഫ്രേസസ് മാത്രം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. why don't you അല്ലെങ്കിൽ why don't we എന്ന് പറയാം, അല്ലെങ്കിൽ you could, അല്ലെങ്കിൽ what about, let's, how about, couldn't we or couldn't she or couldn't എന്ന് വെച്ചിട്ട് പറയുന്നത്. shall we, അതേപോലെ what would you say, what would you think, doesn't it sound interesting, doesn't it matter. ഇത്രയും യൂസേജസ് ആണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഉള്ളത്. അതേസമയം തന്നെ ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരാൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സജഷൻ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. വേണ്ട, ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ആക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു സജഷൻ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരാൾ ഇങ്ങനെ എന്തെങ്കിലും സജഷനായിട്ട് വന്നാൽ നമുക്ക് പറയാം ഓക്കെ യെസ് ലെറ്റ്സ് ഡു ദാറ്റ്, ഓക്കെ യെസ് ലെറ്റ്സ് ഡു ദാറ്റ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, മറ്റൊരു യൂസേജ് ആണ് യെസ് ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ യെസ് വി വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്. യെസ് അങ്ങനെ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ യെസ് ഐ വുഡ് ലവ് ടു ഡു ദാറ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ് ഉണ്ട്, ഐ വുഡ് ലവ് ടു ഡു ദാറ്റ് അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു, അപ്പോൾ നമ്മൾ അപ്പോഴാണ് നമുക്ക് ആ ഒരു ആശയം കത്തിയത്. അപ്പോൾ നമ്മൾ പറയാം യാ വാട്ട് എ ഗുഡ് ഐഡിയ, വാട്ട് എ ഗുഡ് ഐഡിയ. ഐഡിയ എന്നല്ല പറയാം, ഐഡിയ, വാട്ട് എ ഗുഡ് ഐഡിയ. ഓക്കെ, ദെൻ മറ്റൊരു കാര്യമാണ് വൈ നോട്ട്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, വൈ നോട്ട്, ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് യെസ് വിത്ത് പ്ലഷർ. ഒരാൾ പറയണം ഷാൽ വി ഹാവ് എ കപ്പ് ഓഫ് കോഫി നൗ, യെസ് വിത്ത് പ്ലഷർ. അതെ, സന്തോഷത്തോടു കൂടി നമുക്ക് ഒരു കോഫി കഴിക്കാം എന്ന് പറയുന്ന പോലെ.
അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ചോദിക്കുകയാണ്, doesn't it sound interesting to go to Malappuram now? Then we have to reply, yeah, that sounds interesting. Yes, that sounds interesting. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സജഷൻ നമ്മൾ സ്വീകരിക്കുക. ലെറ്റ് മീ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. യെസ്, ഐ വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്. യെസ്, ഐ വുഡ് ലവ് ടു ഡു ദാറ്റ്. വാട്ട് എ ഗുഡ് ഐഡിയ. വൈ നോട്ട്. യെസ്, വിത്ത് പ്ലഷർ. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ഒരാളുടെ സജഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം. ഇനി നമ്മൾ ഒരാൾ പറഞ്ഞത് നമ്മൾ റിജക്റ്റ് ചെയ്യണം, റിഫ്യൂസ് ചെയ്യണം. വേണ്ട, നീ പറയുന്നത് ശരിയല്ല, ഞാനിപ്പം തൽക്കാലം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നോ, ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. നോ, ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്യൂല എന്നൊന്നുമല്ല പറയാം, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതാണ് ആ ഒരു ലാംഗ്വേജിന്റെ പൊളൈറ്റ്നെസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐ ഡിസ്ലൈക്ക് ടു ഡു ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ ഡിസ്ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. ഒരു ഒരു നടത്തത്തിന് പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വെറുക്കുന്നു എന്നൊന്നും പറയില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ പറയും. ദെൻ നമുക്ക് പറയാം, മറ്റൊരു കാര്യം പറയാം, ഐ ഫിയർ ഐ ഷുഡ് ഡിസഗ്രീ വിത്ത് യു. ഐ ഫിയർ ഐ ഷുഡ് ഡിസഗ്രീ വിത്ത് യു. നീയുമായിട്ട് ഡിസഗ്രീ ചെയ്യേണ്ടി വരുമെന്ന്, നീയുമായിട്ട് എന്താ പറയാ, വിയോജിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയക്കുന്നു എന്നുള്ളതാണ് മലയാളത്തിന്റെ അർത്ഥം. അതിനുള്ള അർത്ഥം, നീയായിട്ട് വിയോജിക്കുന്നതിന് ഞാൻ ഭയക്കുന്നു, വിയോജിക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയക്കുന്നു. I fear I should disagree with you. So these are the phrases to refuse a suggestion. Let me repeat the phrases. No, let's not do that. I don't feel like it, or I don't feel to like it. അല്ലെങ്കിൽ I dislike. അല്ലെങ്കിൽ I fear I should disagree with you. These are the phrases that we are using in our day-to-day occasions to refuse the suggestions of somebody. സോ ഇന്ന് നമ്മൾ ഒരാൾ എങ്ങനെയാണ് ഒരു കാര്യം സജസ്റ്റ് ചെയ്യാന്ന് പഠിച്ചു, അതെങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാന്ന് പഠിച്ചു, അതെങ്ങനെയാണ് റിജക്റ്റ് ചെയ്യാന്ന് പഠിച്ചു. ഓക്കെ, സോ വളരെ മനോഹരമായ യൂസേജസ് ആണ്. ഞാൻ തുടക്കത്തിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് കൃത്യമായിട്ട് പഠിച്ച് കൃത്യമായ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന ആൾ, he'll be considered just like a native level speakers among those who know about the communication, among those who know about the language. So just watch it, just note it down, just jot down the points, and just try to use all these phrases in your communication, and just try to polish the level of your communication. Wish you all the best. Thank you for watching. Thank you so much.